ബാർക്കുമോർ പിതാമുത്തൻ പരിശ്രൂഹായമായ സത്യേർന്നാമൻ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോനീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക. ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് കാലം അതിൻ്റെ വേദനയുടെ, സഹനത്തിൻ്റെ, കഷ്ടതയുടെ കാലഘട്ടങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാൻ, നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ, കഷ്ടതകൾ, അത് ദൈവം അതിനെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ച് ധൈര്യപൂർവ്വം അതിനെ നേരിടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ചിന്തകൾ നമുക്ക് നൽകുകയാണ്. എന്തിനാണ് ദൈവം സഹനം അനുവദിക്കുന്നത്? എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുവദിക്കുന്നത്? അത് നിത്യ രാജ്യത്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ്. ഈ ഭൂമിയിലെ സഹനങ്ങൾ, കഷ്ടതകൾ, വേദനകൾ എന്ന് നാം തിരിച്ചറിയുവാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ജീവിതത്തിൽ സഹനങ്ങൾ, കഷ്ടതകൾ അനുവദിക്കുന്നത് എന്തിനാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ, കഷ്ടതകൾ, വേദനകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ആകുലപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുകയാണ്. ആർക്കാണ് സ്വർഗരാജ്യം എന്ന ചോദ്യത്തിന് ഇവിടെ ഒരു ഉത്തരം കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുകയാണ്. ജീവിതത്തിൽ ഉപദ്രവങ്ങളെ സഹിക്കുന്നവർക്ക്, കഷ്ടതകളെ സഹിക്കുന്നവർക്കാണ് ദൈവരാജ്യം, സ്വർഗരാജ്യം. ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം വീണ്ടും വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഇവിടെ പരിശുദ്ധനായ പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ്, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി കഷ്ടത അനുഭവിക്കുന്ന, നീതി നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന, ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യം, നിത്യമായ സ്വർഗമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പഠിക്കുന്നത്, നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവം സഹിക്കേണ്ടി വന്നാൽ, അതായത് ഈ ലോകത്തിൽ വിശുദ്ധ ജീവൻ നയിക്കുവാൻ, ദൈവകൽപ്പന അനുസരിക്കുവാൻ, പാപം ചെയ്യാതിരിപ്പാൻ നിങ്ങൾക്ക് ഒരു കഷ്ടത അനുഭവിക്കേണ്ടി വന്നാൽ, സഹനം അനുഭവിക്കേണ്ടി വന്നാൽ, അത് നിത്യ തേജസ്സിനായി ഉള്ളൊരു വിളിയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. ഇന്ന് ലോകത്തിൽ സഹനങ്ങളും കഷ്ടതകളും ദാരിദ്ര്യവും ദുഃഖവും വേദനയും രോഗവും എല്ലാം കടന്നു വരുമ്പോൾ അവിടെ ആരെല്ലാം വിശുദ്ധിക്ക് വേണ്ടി ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാൻ ഉറച്ചു നിൽക്കുന്നോ, അതിനുവേണ്ടി സഹനം അനുഭവിക്കുന്നോ, അവിടെ അവർക്ക് നിത്യജീവൻ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വചനം പറയുന്നു, പരിശുദ്ധനായ പൗലോസ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതിനിന്ന ആ കാലഘട്ടങ്ങൾ ഓർക്കുവിൻ. അതായത് എബ്രായ സഭയ്ക്ക് കർത്താവ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായിലൂടെ നൽകുന്ന നിർദ്ദേശമാണ്. ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലർ അവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു. തടവിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ
കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അതായത് ആദിമസഭയിലെ വിശ്വാസ വീരന്മാരായവർ അവർ കഷ്ടതയോട് പൊരുതി നിൽക്കാൻ കാരണം അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ നോക്കാതെ, സാമ്പത്തിക നഷ്ടം നോക്കാതെ, അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ നോക്കാതെ അവർ വേദനയ്ക്കും അധിക്ഷേപത്തിനും നിന്ദനത്തിനെല്ലാം പരിഹാസപാത്രമായപ്പോൾ അവർക്ക് ഉത്കൃഷ്ടവും ശാശ്വതവുമായൊരു ധനം സ്വർഗത്തിലുണ്ട് എന്നുള്ള വ്യക്തമായ ഉറപ്പുള്ളത് കൊണ്ട് അതെല്ലാം സഹിച്ചു. ആദിമസഭയിലെ പീഡനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് ശ്ലീഹ എഴുതിയിരിക്കുന്നത്. അവർ പലപ്പോഴും വേദനിച്ചു, കഷ്ടത അനുഭവിച്ചു, കഠിനമായി കഷ്ടപ്പാടോട് പൊരുതി നിന്നു. അവർക്ക് അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു, അവർ തടവിലാക്കപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചപ്പോഴും അവർക്ക് സ്വർഗത്തിലൊരു ധനമുണ്ട്, ഉത്കൃഷ്ടമായ നശിച്ചു പോകാത്ത ഒരു ധനം, അതായത് നിത്യജീവൻ ഉണ്ട് എന്നുള്ള ആ വലിയ ബോധ്യം അവരെ ധൈര്യപ്പെടുത്തി. ഇന്ന് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അറിവാണിത്. ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങൾ, കഷ്ടതകൾ വന്നാലും അതിൻ്റെ പിന്നിൽ ദൈവം നമുക്കൊരു വിളി നൽകിയിട്ടുണ്ട്. വേദനകളില്ലാത്ത, കഷ്ടതകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു ജീവിതം, അതായത് മരണത്തിന് ശേഷം അപ്പുറമുള്ളൊരു ജീവിതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഈ ലോകത്തിൽ ജഡത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും കഷ്ടതയുണ്ട്. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും കഷ്ടതയുണ്ട്. പിശാചിൻ്റെ ആധിപത്യം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു വിശ്വാസിക്ക് പോരാട്ടമുണ്ട്, കഷ്ടതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെല്ലാം ജയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനെ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യതയിൽ മരണത്തിന് ശേഷം ഒരു ജീവിതം, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു ജീവിതമുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 22-23 വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിക്കുന്നു. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തു നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്കെന്ന് പറഞ്ഞ് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആ നാളിൽ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുവാനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അതിൻ്റെ കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതാണ്. അതായത് നിങ്ങൾ സ്വർഗരാജ്യത്തിന് നിത്യജീവന് അവകാശിയായി മാറിയിരിക്കുന്നു. ഇവിടെ സഹനങ്ങൾ ദൈവത്തെ പ്രതിയാണോ, യേശുക്രിസ്തുവിനെ പ്രതിയാണോ, നീതി നിമിത്തമായിട്ടാണോ, ദൈവവചനം അനുസരിക്കാൻ വേണ്ടിയാണോ സഹനം അനുഭവിക്കുന്നത്, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണോ സഹനം അനുഭവിക്കുന്നത്, കഷ്ടത അനുഭവിക്കുന്നത്? അതിൻ്റെ പിന്നിൽ സ്വർഗരാജ്യം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക. നമുക്കറിയാം, അന്യായമായി കഷ്ടം സഹിക്കുന്നവർ, അതായത് രണ്ട് രീതിയിലാണ്. ഒരു മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന കഷ്ടതയും നീതി നിമിത്തമുണ്ടാകുന്ന കഷ്ടതയും രണ്ടും രണ്ട് തരത്തിലാണ്. അന്യായമായി നമ്മൾ പാപം ചെയ്തതിലൂടെ അനുഭവിക്കേണ്ട കഷ്ടത ഒരിക്കലും നമുക്ക് നിത്യജീവൻ നൽകിയില്ല. എന്നാൽ ആ കഷ്ടത നമുക്ക് ദൈവത്തെ തിരിച്ചറിയുവാനും നേർവഴിയിലേക്ക് തിരിച്ചു വരുവാനും ദൈവം ഒരുക്കുന്നൊരവസരമായിട്ട് നമുക്കതിനെ സ്വീകരിക്കാം. നമുക്കറിയാം, ദാവീദ് ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഒരു ദാസനായിരുന്നു. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കാണ്, എൻ്റെ മനസ്സിനിണങ്ങിയ ദാസൻ എന്നാണ് ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവം വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത, ഒന്നുമില്ലായ്മയെന്നെല്ലാം നൽകി, ആത്മീയമായി ഭൗതികമായ എല്ലാ ഉയർച്ചകളും അഭിവൃദ്ധിയും നൽകിയ ദാവീദ് ജീവിതത്തിൽ
ചില നിമിഷങ്ങളിൽ തെറ്റിപ്പോയി. അവൻ പാപത്തിൽ വീണുപോയി. പാപത്തിൽ വീണ ദാവീദിൻ്റെ ജീവിതത്തിൽ പിന്നെ കഷ്ടതയുടെ നാളുകളായിരുന്നു. എന്നാണോ ജീവിതത്തിൽ അവൻ പാപം ചെയ്തത്, ആ നിമിഷം മുതൽ പിന്നീട് കഷ്ടതകളുടെ നാളുകളായിരുന്നു ഓരോ നിമിഷവും. അവിടെ ദാവീദ് തൻ്റെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു. തൻ്റെ പാപത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. താൻ ചെയ്ത പാപം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് എഴുതിയ കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, ഞാൻ പാപിയാണെന്ന് അനുതാപത്തിൻ്റെ സങ്കീർത്തനം പാടുവാൻ ദാവീദിന് സാധിച്ചത് അവൻ പാപം ചെയ്തപ്പോൾ ജീവിതത്തിൽ കടന്നു വന്ന സഹനങ്ങൾ അനുതാപമാക്കി മാറ്റി, അത് പശ്ചാത്താപമാക്കി മാറ്റി, അത് മാനസാന്തരത്തിന് കാരണമായി, അത് നിത്യരക്ഷയ്ക്ക് മുഖാന്തരമായി. അപ്പോൾ ജീവിതത്തിൽ പാപം ചെയ്തതിലൂടെ സഹനങ്ങൾ കടന്നു വന്നാലും ആ സഹനം അനുതാപമാക്കി മാറ്റിയാൽ അത് നിത്യജീവന് കാരണമായി തീരും. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രധാന വചനങ്ങൾ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, പരീക്ഷകൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത് നമ്മെ പരിശോധിക്കാൻ വേണ്ടിയാണ്. നാം കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനം ഒരു പരീക്ഷയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന രോഗം ഒരു പരീക്ഷയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദാരിദ്ര്യം ഒരു പരീക്ഷയാണ്. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ, നിന്ദിക്കുമ്പോൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഭ്രഷ്ടരാക്കുമ്പോൾ, വിടക്കം നിന്നുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ദൈവനാമത്തിൽ നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വരുമ്പോൾ ഇതൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ നാം കൊള്ളാവുന്നവരായി തെളിഞ്ഞാൽ, അതായത് ഈ പരീക്ഷ നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ, പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് നിത്യരക്ഷയ്ക്ക് കാരണമായി തീരും, ജീവൻ്റെ കിരീടം പ്രാപിക്കാൻ കാരണമായി തീരുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ 2 തിമോത്തിയോസ് 4:7 കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. പൗലോസ് ശ്ലീഹ ഉറപ്പോടും ധൈര്യത്തോടും സാക്ഷ്യം നൽകുകയാണ്, ജീവൻ്റെ കിരീടം ഞാൻ പ്രാപിക്കും. അതിൻ്റെ കാരണം പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഒരു വിശ്വാസ ജീവിതത്തിൽ ഈ ഒരു ധൈര്യമുണ്ടെങ്കിൽ ഉറപ്പാണ് നിത്യജീവൻ, സ്വർഗരാജ്യം പ്രാപിക്കാൻ അവൻ യോഗ്യനാണ്. ഇവിടെ നമുക്കുണ്ടാകുന്ന പോരാട്ടങ്ങളെ നമുക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പട്ടിണി, തടവറ, കല്ലേറ്, ഉപദ്രവം, ഇതെല്ലാം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ട് അതെല്ലാം ഛേദമെന്നെണ്ണി, ലാഭമായിരുന്ന സകലതും ഛേദമെന്നെണ്ണി, എല്ലാം ഉച്ഛിഷ്ടമായി കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി എല്ലാം ഛേദമെന്നെണ്ണി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിതത്തിലുള്ള സകല പരീക്ഷകളെയും പോരാടി ജയിച്ച, ദൈവം തനിക്ക് അനുവദിച്ച ജീവിതം വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ ഓട്ടം തികച്ച, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിതത്തെ കാത്തു പരിപാലിച്ച വിശ്വാസ വീരനായ പൗലോസ് പറയാണ്, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഇവിടെ ഇതുപോലൊരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നാം അതിനെ എങ്ങനെ മുഖാമുഖം കാണും? അതിനെങ്ങനെ നേരിടും? നാം എങ്ങനെ ആ പോരാട്ടത്തെ ജയിക്കും? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. പരീക്ഷയെ ജയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ജീവിതത്തിലുള്ള സഹനങ്ങളെ, പരീക്ഷകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തോടൊപ്പം അതിനെ പോരാടി ജയിക്കുന്നൊരു വ്യക്തിക്ക് ജീവകിരീടം ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ
നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലഹീനത, നഷ്ടങ്ങൾ സഹിക്കാൻ ആർക്കും താല്പര്യമില്ല. ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാൻ ആർക്കും മനസ്സില്ല. ഇപ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധി നിൽക്കുന്നൊരു വ്യക്തി സാമ്പത്തിക നഷ്ടമുണ്ടാകുമ്പോൾ, ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ സ്വയം ശപിക്കുന്നു, ദൈവത്തെ ശപിക്കുന്നു, സാഹചര്യത്തെ, തൻ്റെ വീഴ്ചയ്ക്ക് കാരണമായ സാഹചര്യത്തെ എല്ലാം ശപിക്കുകയാണ്, പഴിക്കുകയാണ്. നഷ്ടം സഹിക്കാൻ ആ മനുഷ്യൻ തയ്യാറല്ല. നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ രോഗിയായി മാറുമ്പോൾ സ്വയം ശപിക്കുന്നു, ദൈവത്തെ ശപിക്കുന്നു, രോഗത്തെ ശപിക്കുന്നു. തനിക്കുണ്ടായ ഈ നഷ്ടത്തെ സഹിക്കാൻ മനസ്സില്ല. നല്ല പാരമ്പര്യമുള്ള, നല്ല നിലയിലായിരിക്കുന്ന, അധികാരമുള്ള, എല്ലാവരാലും അറിയപ്പെടുന്നൊരു വ്യക്തി ചെയ്യാത്ത തെറ്റിനെ കുറ്റപ്പെടുത്തുമ്പോൾ, നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, മറ്റുള്ളവർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴെല്ലാം തൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുമ്പോൾ സ്വയം ശപിക്കുക, ദൈവത്തെ ശപിക്കുക, തന്നെ കുറ്റപ്പെടുത്തി, നിന്ദിച്ച്, പരിഹസിച്ച് എല്ലാവരും വെറുക്കുന്ന തൻ്റെ സൽപ്പേര് നഷ്ടപ്പെടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതായത് നഷ്ടങ്ങൾ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പരിശുദ്ധനായ പൗലോസിനെയാണ് നാം പഠിക്കുന്നത്. തൻ്റെ ലാഭമായിരുന്ന എല്ലാം നഷ്ടമായി, ഉച്ഛിഷ്ടമായി, വേണ്ടെന്ന് വെച്ചാണ് സഹനത്തോട് പോരാടിയത്. ഇവിടെ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പരിശുദ്ധനായ പൗലോസിനെ പഠിപ്പിക്കുകയാണ്. കാരണം തനിക്കുണ്ടായിരുന്നെല്ലാം ഉച്ഛിഷ്ടമായി, ഛേദമെന്നെണ്ണി ദൈവരാജ്യത്തെ പ്രതി വലിയ സഹനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പോരാടി ജയിച്ച, നല്ല പോർ പൊരുതി ഒട്ടം തികച്ച, വിശ്വാസം കാത്ത വിശ്വാസവീരനായ പൗലോസ് പറയുകയാണ്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇന്ന് നമുക്കിത് വിശ്വാസത്തോടെ ഏറ്റുപറയാൻ സാധിക്കുമോ? ദൈവം എൻ്റെ മുന്നിൽ നൽകിയ എല്ലാ സഹനങ്ങളും ഞാൻ അതിജീവിച്ചു. വിശ്വാസത്തിൽ ഞാൻ നല്ല പോർ പൊരുതി, വിശുദ്ധിയിൽ ഞാൻ നല്ല പോരാട്ടം പോരാടി. ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യമായ സ്വർഗരാജ്യത്തിന് അവകാശിയാണ്. അല്ല, എൻ്റെ യേശു വാഗ്ദാനം ചെയ്തപോലെ ഇന്ന് വന്നാൽ ഞാൻ അവനോടുകൂടെ എടുക്കപ്പെടും, വാനമേഘങ്ങളിൽ പറന്നുയരുമെന്ന് വിശ്വാസത്താൽ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുമോ? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഉറപ്പോടെ ധൈര്യത്തോടെ പറയുകയാണ്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുകയാണ്. ഇവിടെ സഹനം അനുഗ്രഹമായി നാം നമ്മുടെ ജീവിതത്തിൽ അത് കാണണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ എഴുതിയിരിക്കുന്ന ലേഖനം 1 പത്രോസ് 4:13 പത്രോസ് ശ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടതകൾക്ക് നിങ്ങൾ പങ്കാളിയാകുന്നുവെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ, അതായത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ ഇടവരും. അപ്പോൾ ഇപ്പോഴുണ്ടാകുന്ന ഈ സഹനങ്ങൾ, കഷ്ടതകളെല്ലാം ഒരിക്കലും നമുക്ക് സന്തോഷമായി മാറുന്നൊരു സമയമുണ്ട്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടമേറ്റതിൽ, നീതിക്ക് വേണ്ടി കഷ്ടമേറ്റതിൽ, ദൈവത്തിനനുസരിക്കാൻ വേണ്ടി കഷ്ടം അനുഭവിച്ചതിൽ, കർത്താവിനെ പ്രതി എന്തെങ്കിലും കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അതെപ്പോഴെന്ന് ചോദിച്ച യേശുവിൻ രണ്ടാമത്തെ വരവിൽ, അത് കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ അത് കാരണമായി തീരും. ഒരു മനുഷ്യൻ തനിക്ക് നൽകിയിരിക്കുന്ന ഈ ഹ്രസ്വമായ ജീവിതം അത് വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ഒരു പോരാട്ട ജീവിതമായി കണ്ട് ജീവിതത്തിൽ വരുന്ന സകല പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ, സഹനങ്ങളെ പോരാടി വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ കർത്താവിൻ്റെ നിത്യമായ രാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അവർക്ക് ആനന്ദിക്കാൻ ദൈവം അത് അവസരം നൽകുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക. വീണ്ടും പത്രോസ് ശ്ലീഹ
1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന ചെയ്യുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അതായത് ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ പ്രതിയുള്ള പോരാട്ടം, വിശ്വാസ തലത്തിലുണ്ടാകുന്ന പോരാട്ടം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ രണ്ടാമത്തെ വരവിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാരണമായി തീരും. ഇന്ന് മനുഷ്യൻ വിശ്വാസ ജീവൻ നയിക്കുന്ന, ക്രിസ്തീയ ജീവൻ നയിക്കുന്ന വ്യക്തികൾ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് വിശ്വാസ തലത്തിലാണ്. ദൈവവചനം തന്നെ പിശാച് പരീക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ അരികിൽ തന്നെ യേശു ദൈവമാണ്, ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും യേശുവിൻ്റെ മുന്നിൽ പിശാച് ദൈവവചനവുമായി പരീക്ഷിക്കാൻ ചെന്നു. യേശുവിൻ്റെ മുന്നിൽ പിശാച് ദൈവവചനവുമായിട്ട് പരീക്ഷിക്കാൻ ചെന്നുവെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പിശാച് ദൈവവചനത്തിലൂടെ തന്നെ പരിശോധിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ ശോധന ചെയ്യപ്പെടുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനം തെറ്റായി വ്യാഖ്യാനിച്ച്, ദൈവവചനം അവരുടെ ബുദ്ധിക്കനുസരിച്ച്, യുക്തിക്കനുസരിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് ആ വചനത്തിലൂടെ തന്നെ പരീക്ഷിക്കപ്പെടുകയാണ്. ഇന്ന് എത്രയോ വ്യക്തികളാണ് വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്, വിശുദ്ധ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. എത്രയോ വ്യക്തികളാണ് സഭയിൽ നിന്ന് അന്യമായി പോകുന്നത്. ഇവിടെയെല്ലാം ഒരു വ്യക്തി സഭ വിട്ടുപോകുന്നുവെങ്കിൽ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുവെങ്കിൽ, വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ദൈവവചനത്തിലൂടെ ഉണ്ടാകുന്ന പോരാട്ടമാണ്. ഒരു മനുഷ്യനെ വിശ്വാസത്തിൽ തെറ്റിക്കാൻ വേണ്ടി പിശാച് ഇട്ടുകൊടുക്കുന്നത് സംശയമാണ്. വിശ്വാസത്തിനെതിരാണ് സംശയം. ഇന്ന് അനേകം ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ പിശാച് ദൈവവചനം ഒരു സംശയമായി ഇട്ടുകൊടുക്കുകയാണ്. സംശയത്തിൻ്റെ വാക്കുകൾ ദൈവവചനത്തിലൂടെ വ്യാഖ്യാനിക്കുന്നു. ഞാൻ പറയുന്നു, ഒരു വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടാകുകയാണെങ്കിൽ, ദൈവവചനം കേൾക്കുന്നതിലൂടെ സംശയമുണ്ടായാൽ അവിടെ പരീക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്തെയാണ്. ദൈവവചനം ഒരു വ്യക്തിയിൽ സംശയം ഉളവാക്കുന്നുവെങ്കിൽ അത് വിശ്വാസ പോരാട്ടമാണ്. ഇവിടെ വിശ്വാസത്തിൽ ഒരു പോരാട്ടമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് അനേകം പേര് ചില ദുർവ്യാഖ്യാനങ്ങൾ കേട്ട്, അത് ദൈവവചനം തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. യുക്തിക്കനുസരിച്ച്, ബുദ്ധിക്കനുസരിച്ച് ദൈവവചനം വ്യാഖ്യാനം ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ സംശയമാണ്. ഈ സംശയമാണ് അനേകം പേരെ സഭയിൽ നിന്ന് അന്യമാക്കുന്നത്. കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നിന്ന്, വിശുദ്ധ കുർബാന അനുഭവത്തിൽ നിന്ന്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നിന്ന്, വിശ്വാസ സത്യങ്ങളിൽ നിന്ന് ഇന്ന് അനേകം പേര് അന്യമായി തീരുവാൻ കാരണം ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന സംശയങ്ങളാണ്. ഈ സംശയം ജനിപ്പിക്കുന്ന ദൈവവചനം ഒരിക്കലും ദൈവാത്മാവിലല്ല, അത് പിശാചാണ് നൽകുന്നത്. വിശ്വാസത്തിനെതിരെ സംശയമാണ്. സംശയമുള്ളിലുണ്ടോ ഉറപ്പാണ് വിശ്വാസം ശോധന ചെയ്യപ്പെടും. ഈ വിശ്വാസത്തിൻ്റെ പരീക്ഷണ കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഏറ്റവും കൂടുതൽ ദൈവമക്കൾ ശോധന ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ദൈവവചനത്തിലൂടെ സംശയം ജനിപ്പിക്കുന്ന, സംശയം ഉള്ളിൽ കുത്തി നിറയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് വിശ്വാസ പോരാട്ടമാണ്. അതിനും പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും, നിത്യരക്ഷ പ്രാപിക്കും. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, നീതിക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. വിശ്വാസത്തെ പ്രതി, വിശുദ്ധ ജീവിതത്തെ പ്രതി പരീക്ഷിക്കപ്പെടുമ്പോൾ, ശോധന ചെയ്യപ്പെടുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർ നിത്യജീവൻ പ്രാപിക്കും. വീണ്ടും പത്രോസിലേക്ക് പഠിപ്പിക്കുകയാണ്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധനയുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഇന്നുണ്ടാകുന്ന ഈ വിശ്വാസ പോരാട്ടത്തിൽ
ഉറച്ചു നിൽക്കുന്നവന് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അത് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാരണമായി തീരുമെന്ന് പരിശുദ്ധനായ പത്രോസിലെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നുണ്ടാകുന്ന എല്ലാ വിശ്വാസ പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ, എന്നെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങൾ കേട്ടാലും അതിൽ വീണുപോകാതെ ദൈവവചനം അറിഞ്ഞ് അത് ദൈവാത്മാവിൽ ശോധന ചെയ്ത് ദൈവവചനത്തിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവൻ, വിശ്വാസത്തിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവൻ, വിശുദ്ധിയിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവൻ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും അത് ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന എല്ലാ പോരാട്ടം, പ്രത്യേകിച്ച് വിശ്വാസ പോരാട്ടം, വിശുദ്ധ ജീവിതത്തിനുണ്ടാകുന്ന എല്ലാ പോരാട്ടങ്ങളും അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിക്കാം. ഇതാണ് വഴി, ഇതിലേ പോവുക എന്നൊരു സ്വരം കേൾക്കുവാൻ, ദൈവസ്വരം കേൾക്കുവാൻ, ദൈവാത്മാവിൻ്റെ സ്വരം കേൾക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിശ്വാസ പോരാട്ടങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹത്തിൻ്റെ ദൂതനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അവസാനം വരെ സഹിച്ചു നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പോരാട്ടത്തിൽ, വിശുദ്ധിയുടെ തലത്തിലുണ്ടാകുന്ന പോരാട്ടത്തിൽ ഞങ്ങൾക്ക് അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ, സഹിച്ചു നിൽക്കുവാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ തിരുമുറിവിലേക്ക് ഞങ്ങളുടെ എല്ലാ സഹനങ്ങൾ മൂലമുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥകളെ, എല്ലാ വേദനകളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ കർത്താവ് ഞങ്ങൾക്ക് നീ ഒരുക്കിയിരിക്കുന്ന നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്നൊരു മുഖാന്തരമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങൾ, കഷ്ടതകളും തിരിച്ചറിഞ്ഞ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, ഞങ്ങൾക്കുണ്ടാകുന്ന പോരാട്ടങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ നേടിയ അനിത്യമായ സ്വർഗരാജ്യം ഞങ്ങൾക്ക് വിശ്വാസത്താൽ നേടുവാൻ നല്ല പോരാട്ടം പോരാടി കർത്താവ് നല്ല ഓട്ടമോടി ഞങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കായി ഒരുക്കി നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന, സഹനത്തിൻ്റെ തീച്ചുള്ളിലായിരിക്കുന്ന, കഷ്ടതയുടെ വേദനയുടെ മധ്യത്തിലായിരിക്കുന്ന എല്ലാവരെയും പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ലഭിക്കാൻ പോകുന്ന നിത്യ തേജസ്സിൻ്റെ ഘനം ഓർക്കുമ്പോൾ ഈ കഷ്ടത നിസാരമാണെന്ന് കാണുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ സ്വർഗരാജ്യം വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് എല്ലാ സഹനങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ഈ കഷ്ടത അത് കർത്താവെ മാനത്തിനായി തീരുവാൻ, പുകഴ്ചയ്ക്കായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, നിത്യമായ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ, വിശ്വാസ ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ, ഞങ്ങൾക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവിനോട് കൂടെ പറന്നുയരുവാനുള്ള കൃപ ലഭിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവെ, പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിരുന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമീൻ. Maria.